ലോക ചരിത്രത്തിലെ നിർണായക സ്വാധീനം ചെലുത്തിയ സ്ഥാനമാണ് പേപ്പസി. പേപ്പസിയെക്കുറിച്ച് പറയാതെ ലോകചരിത്രം വിവരിക്കാൻ സാധ്യമല്ല. പത്രോസിൻ്റെ പിൻഗാമി, ക്രിസ്തുവിൻ്റെ വികാരി, സാർവത്രിക സഭ മുഴുവൻ്റെയും തലവൻ, റോമിൻ്റെ മെത്രാൻ, റീസ് പാത്രിയാർക്കീസ്, ദൈവദാസന്മാരുടെ ദാസൻ, റോമൻ പൊന്തിഫ് തുടങ്ങിയ പദവികൾ ആണ് പാപ്പാസ്ഥാനത്തിന് ഉള്ളത്. കൂടാതെ വത്തിക്കാൻ എന്ന രാഷ്ട്രത്തിൻ്റെ പരമാധികാരി എന്ന സ്ഥാനവും പാപ്പമാർ വഹിക്കുന്നുണ്ട്. പാപ്പ എന്ന ലത്തീൻ വാക്കിൻ്റെ അർത്ഥം പിതാവ് എന്നാണ്. പാപ്പ ലോകം മുഴുവനുമുള്ള ക്രിസ്ത്യാനികളുടെ പൊതു പിതാവാണ്. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ മാർ എന്ന ബഹുമാനപദം കൂട്ടിച്ചേർത്താണ് പാപ്പയെ മാർപ്പാപ്പ എന്ന് വിളിക്കുന്നത്. ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ് മുതൽ ഇപ്പോഴത്തെ മാർപ്പാപ്പയായ ഫ്രാൻസിസ് പാപ്പ വരെയുള്ള 266 മാർപ്പാപ്പമാരുടെ ജീവിതത്തെക്കുറിച്ചാണ് നാം ഇവിടെ മനസ്സിലാക്കുന്നത്. അപ്പസ്തോല സംഘത്തിൻ്റെ തലവനും അന്ത്യോക്യയിലെയും റോമായിലെയും സഭാ സ്ഥാപകനും ആദ്യ മാർപ്പാപ്പയുമായ പത്രോസ് ഗലീലിയായിലെ ബെത്സൈദായിൽ നിന്നുള്ള യോനായുടെ മകനാണ്. സഹോദരൻ അന്ത്രയോസുമൊത്ത് ഗലീലിയ കടലിൽ വല വീശിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന വിളി യേശുവിൽ നിന്ന് ലഭിക്കുന്നത്. ഹീബ്രു ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ പേര് ശിമയോൻ എന്നായിരുന്നു. പാറ എന്നർത്ഥം വരുന്ന കേപ്പ എന്ന അറമായ നാമം യേശു പിന്നീട് പത്രോസിന് നൽകി. കേപ്പ എന്ന വാക്കിൻ്റെ ഗ്രീക്ക് പദമാണ് പത്രോസ്. പത്രോസ് വിവാഹിതനായിരുന്നു എന്നതിന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പല സൂചനകളുമുണ്ട്. ആദ്യം വിളിച്ച പത്രോസിനെ യേശു തന്നെയാണ് അപ്പസ്തോല സംഘത്തിൻ്റെ തലവനായി നിയമിക്കുന്നത്. ഈ പ്രാമുഖ്യം വെളിവാക്കുന്ന നിരവധി സംഭവങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം കാണാം. എല്ലായിടത്തും ഒന്നാമതായി പേര് പരാമർശിക്കപ്പെടുന്ന പത്രോസ് തന്നെയാണ് എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്നത്. യേശുവിനെ തള്ളിപ്പറയുന്നതുൾപ്പെടെയുള്ള പത്രോസിൻ്റെ വലുതായ ചില വീഴ്ചകളും സുവിശേഷത്തിൽ പരാമർശിക്കപ്പെടുന്നു. എന്നാൽ ക്രിസ്തുവിന് വേണ്ടി ജീവൻ സമർപ്പിക്കുന്നതിൻ്റെ ഉത്തമമായ മാതൃകയാണ് പത്രോസ്. അന്ത്യോക്യയിൽ നിന്ന് കൊറിന്ത്യോസ് വഴി റോമിലെത്തി സുവിശേഷം പ്രസംഗിക്കുന്ന പത്രോസ് നീറോ ചക്രവർത്തിയുടെ ഭരണകാലത്ത് AD 64 തലകീഴായി കുരിശുമരണം വരിക്കുന്നു. പത്രോസിനെ അടക്കിയിരിക്കുന്ന കല്ലറയ്ക്ക് മുകളിലാണ് റോമിലെ പത്രോസിൻ്റെ ബസിലിക്കയുടെ പ്രധാന അൾത്താര. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ പത്രോസിന് നൽകും എന്ന യേശുവിൻ്റെ വാക്കുകളിൽ നിന്നാണ് താക്കോലേന്തിയ പത്രോസിൻ്റെ ചിത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത്. പത്രോസിൻ്റെ പരമാധികാരം വെളിവാക്കുന്ന സിംഹാസന തിരുനാൾ ഫെബ്രുവരി 22 സാർവത്രിക സഭ മുഴുവനും ആഘോഷിക്കുന്നു.